പാറുവിന് കാത് കുത്താൻ പോയപ്പം എനിക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ സർപ്രൈസ് ആട്ടോ ഇത്. ഞാൻ ഒരുപാട് സർപ്രൈസഡായിപ്പോയി. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത്. എന്താ പറയുക, ഒരുപാട് സന്തോഷമായി. എന്താണെന്നറിയില്ല, ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അൺബോക്സിങ് നടത്താനുള്ള പരിപാടിയാണ്. സുനീഷേട്ടനും മക്കളും കൂടെ ചേർന്ന് ബോക്സും കവറെല്ലാം കൂടെ അഴിക്കുവാണ്. അപ്പോൾ ബോക്സിൻ്റെ രണ്ട് ഭാഗവും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഓപ്പണിങ് എവിടെയാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ കുറച്ച് ലേറ്റ് ആവുന്നത്. അല്ല, മനഃപൂർവ്വം തുറക്കാൻ വേണ്ടി ലേറ്റ് ആക്കിയതൊന്നും അല്ല കേട്ടോ. അങ്ങനെ നോക്കിയിരുന്ന് കുഞ്ഞാറ്റ കണ്ടുപിടിച്ചു കേട്ടോ. സുനീഷേട്ടന് മനസ്സിലായില്ലേ ഏത് ഭാഗത്താണ് ഓപ്പണിങ് എന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ ബോക്സ് ഓപ്പൺ ആക്കാൻ വേണ്ടി പോകുക കേട്ടോ. അതാ ഓപ്പണായി. അപ്പോൾ ഇതാട്ടോ എൻ്റെ സർപ്രൈസ് ഗിഫ്റ്റ്. എങ്ങനെയുണ്ട്? ഒരു ചെയിൻ മേടിച്ചു കേട്ടോ. അങ്ങനെ പാറുവിൻ്റെ കാതുകുത്തും എനിക്കൊരു ഗിഫ്റ്റായിട്ട് ചെയിനും മേടിച്ചു തന്നു. ഞങ്ങൾ ഒരുപാട് ഹാപ്പിയായി. ഇതാട്ടോ ചെയിൻ എൻ്റെ കയ്യിൽ തന്നെ തന്നു. അങ്ങനെ ഒരുപാട് കാലത്തെ സുനീഷേട്ടൻ്റെയും കൂടെ ആഗ്രഹമായിരുന്നു എനിക്കൊരു ചെയിൻ മേടിച്ച് തരണമെന്നുള്ളത്. അങ്ങനെ ആ ആഗ്രഹം നടന്നിരിക്കുന്നു, സഫലമായിരിക്കുന്നു. ആ നിമിഷമാണ് ഇത്. അങ്ങനെ അവർ ജ്വല്ലറിക്കാർ തരുന്ന ഗിഫ്റ്റാട്ടോ ഇത്. നമ്മൾ ഇങ്ങനെ സ്വർണ്ണം മേടിക്കുമ്പോൾ തരുന്ന ഗിഫ്റ്റാണ്. കവിതാ ജ്വല്ലറിയിൽ, ഒറ്റപ്പാലം കവിതാ ജ്വല്ലറിയിലാട്ടോ പോയത്. അങ്ങനെ അതിൻ്റെ ബോക്സ് തുറക്കുവാണ്. അവരെന്താ തരുന്നതെന്നുള്ളത് ഒരു ആകാംക്ഷയാണ്. അപ്പോൾ ബോക്സ് കണ്ടപ്പോൾ തന്നെ ഞാൻ എന്താ പറയുക, ഒരു ഊഹാപോഹം പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു. കപ്പായിരുന്നു. 6 കപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി, ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷവുമായി. ആ സമയത്ത് നമുക്കിത് സന്തോഷമാണല്ലോ, ഒരു ഗിഫ്റ്റ് കിട്ടിയത്. അങ്ങനെ സെല്ലോടെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഗ്ലാസ് ആയിരുന്നു. അങ്ങനെ സുനീഷേട്ടൻ്റെ മുഖം കണ്ടാലറിയാം ഒരുപാട് സന്തോഷമായിരുന്നു. അപ്പം ഞങ്ങളും ഹാപ്പി.